നമസ്കാരം. പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 304 പോയിന്റിന്റെ ഗെയിനാണ് നിഫ്റ്റിക്കുണ്ടായത്. 1000-ഓളം പോയിന്റിന്റെ ഗെയിനാണ് സെൻസെക്സിനുണ്ടായത്. നിഫ്റ്റി 24,549-ലും സെൻസെക്സ് 83,755-ലും വളരെ സ്ട്രോങ് ആയ രീതിയിൽ ക്ലോസ് ചെയ്തു. മെറ്റൽ, ഓയിൽ ആൻഡ് ഗ്യാസ്, നിഫ്റ്റി, ഫിനാൻഷ്യൽ സർവീസ്, പ്രൈവറ്റ് ബാങ്ക് ഒക്കെ നല്ല രീതിയിലുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചത്. IT, കൺസ്യൂമർ, അതുപോലെ മീഡിയ ഒക്കെ നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തു. പ്രധാനപ്പെട്ട കാരണം US-ഉം ഇറാനും തമ്മിലുള്ള ഒരു ടോക്സ് വീണ്ടും ആരംഭിക്കുന്നു. അതായത് ആണവ നിരായുധീകരണത്തിന്റെ രീതിയിലുള്ള ടോക്സ് ആരംഭിക്കുന്നു എന്ന് തന്നെയുള്ള ഒരു വാർത്തയാണ്. കൂടാതെ തന്നെ ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞ് കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഇറാന്റെയും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. ഇത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവാണ്. അതുപോലെ തന്നെ നാറ്റോയുടെ മീറ്റിംഗ് ഹേഗിൽ നടക്കുന്നുണ്ട്. അവിടെ വെച്ച് US പ്രസിഡന്റ് ഇറാനുമായിട്ടുള്ള ചർച്ചകൾ അടുത്ത ആഴ്ച തന്നെ ആരംഭിക്കുമെന്നും ഒരു പുതിയ കരാറിന്റെ സാധ്യതയെക്കുറിച്ചുള്ള സൂചനകളും ഒക്കെ തന്നു. ഇത് മാർക്കറ്റിനെ സംബന്ധിച്ച് കൂടുതൽ പോസിറ്റീവ് ആകാനുള്ള ഒരു കാരണമായി. മറ്റൊന്ന്, ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം പോസിറ്റീവായിട്ടാണ് ട്രേഡിംഗ് ആരംഭിച്ചത് തന്നെ. നിക്കിയും ഹാങ്സങ്ങും ഒക്കെ 1% പ്ലസിൽ തന്നെ രാവിലെ ഓപ്പണിംഗ് കഴിഞ്ഞ് തന്നെ ട്രേഡിംഗ് കാഴ്ചവെച്ചിരുന്നു. അതേ തുടർന്നുള്ള ഒരു സെന്റിമെന്റ്സ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയും ആയിരുന്നു. പിന്നെ മറ്റൊന്ന്, RBIയുടെ മിനിറ്റ്സ് പുറത്തു വന്നു. ഇതിനകത്ത് പല ആഗോളതലത്തിൽ പലതരം പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ പോലും ഇന്ത്യയിലെ വ്യവസായ സേവന മേഖലകൾ കൂടുതൽ ശക്തമാകുന്ന കാര്യങ്ങളൊക്കെ RBIയുടെ മിനിറ്റ്സിൽ പറഞ്ഞിരുന്നു. ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ കൂടുതൽ ആകുന്നതായിട്ടാണ് RBIയുടെ റിപ്പോർട്ട് വിലയിരുത്തുന്നത്. ഇൻഫ്ലേഷൻ കുറയുന്നു, അതുപോലെ ഫോറക്സ് റിസർവ് കൂടുന്നു, GST കളക്ഷൻ വർദ്ധിക്കുന്നു. ഇതൊക്കെ വളരെ പോസിറ്റീവാണ്. ഇൻഫ്ലേഷൻ കുറയുന്നതും ക്രൂഡ് ഓയിലിന്റെ വില താഴുന്നതും ഒക്കെ ഇന്ത്യ പോലുള്ള രാജ്യത്തിനെ സംബന്ധിച്ച് വളരെയധികം പോസിറ്റീവാണ്. ഇതെല്ലാം മാർക്കറ്റിന്റെ ഇന്നത്തെ പ്രകടനത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലെ തുടർച്ചയായിട്ട് നിഫ്റ്റിയിലെ ഹെവി വെയിറ്റ് സ്റ്റോക്കുകളിൽ വരുന്ന ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ബൈങ്, അതായത് റിലയൻസ്, ഭാരതി എയർടെൽ, ബാങ്കിങ് സ്റ്റോക്കുകൾ, ICICI, HDFC ബാങ്ക്, HDFCയുടെ ഒരു സബ്സിഡിയറിയുടെ, അതായത് HDB ഫിനാൻസിന്റെ IPO വരുന്നുണ്ട്. അത്തരത്തിലുള്ള പോസിറ്റീവ് എല്ലാം ഇത്തരത്തിലുള്ള കമ്പനികളെല്ലാം നല്ല രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഇതെല്ലാം മാർക്കറ്റ് പോസിറ്റീവ് ആകുന്നതിന് മറ്റൊരു കാരണമാണ്. കൂടാതെ തന്നെ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് 52 വീക്ക് ഹൈയിലേക്ക് വന്നു. ഏതാണ്ട് 12% റിട്ടേൺ 2025 ഈ ഇൻഡെക്സിന് നൽകിയിട്ടുണ്ട്. HDFC ബാങ്കും മുമ്പ് സൂചിപ്പിച്ച പോലെ കോട്ടക് ബാങ്കും ആക്സിസ് ബാങ്ക്, ICICI ബാങ്കും ഒക്കെ മികച്ച രീതിയിലാണ് ക്ലോസ് ചെയ്യാൻ എന്ന് സാധിച്ചത്. അതുപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ബ്ലോക്ക് ഡീലുകളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. മൊത്തം ഇടപാടുകളുടെ എണ്ണം 30%ഓളം ഇതുപോലെ ബ്ലോക്ക് ഡീലുകളാണ്. ബ്ലോക്ക് ഡീലുകൾ കൂടുതലും മ്യൂച്വൽ ഫണ്ട് ഹൗസുകളൊക്കെ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. അതുപോലെ US-ൽ നിന്ന് റേറ്റ് കട്ടിനെ സംബന്ധിച്ചുള്ള ഒരു ഒപ്റ്റിമിസം വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന സെമി മോണിറ്ററി പോളിസി മീറ്റിംഗിൽ ഫെഡ് ചെയർമാന്റെ ഭാഗത്തു നിന്ന് US-ൽ പ്രതീക്ഷിക്കുന്നത്ര ഇൻഫ്ലേഷൻ ഇല്ല എന്നും താരിഫ് റിലേറ്റഡ് ഇൻഫ്ലേഷൻ വരുന്ന മാസങ്ങളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നും അതെല്ലാം പരിഗണിച്ച് രാഷ്ട്രീയ ഇടപെടലുകളൊന്നും ഇല്ലാതെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് മാത്രമേ ഇൻഫ്ലേഷന്റെ കാര്യത്തിൽ തീരുമാനം